ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സിന്റെ സെഗ്മെന്റ് ആണ് ആദ്യം നടന്നത്. അപ്പോൾ കോഡി റോഡ്സ് വന്നതിന് ശേഷം കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ സംഭവിച്ച കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. അതായത് റാൻഡി ഓർട്ടനെ കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ ബ്ലഡ് ലൈൻ ടീം അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനോടൊപ്പം കോഡി റോഡ്സിനെയും. എന്നാൽ റാൻഡി ഓർട്ടനെ കമന്ററി ടേബിളിന്റെ മുകളിലെല്ലാം എടുത്തടിച്ചുകൊണ്ട് ഇഞ്ചുറി ആക്കുന്നത് പോലെയാണ് ബ്ലഡ് ലൈൻ ടീം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയും സമ്മർ സ്ലാമിൽ സോളോ സിക്കാവയുടെ കൂടെ നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റിയൊക്കെയാണ് കോഡി റോഡ്സ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനോടൊപ്പം സോളോ സിക്കാവയുടെ കൂടെ മുൻപ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും കോഡി റോഡ്സ് ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ സെഗ്മെന്റിന്റെ പകുതിക്ക് വെച്ച് ടാഗ് ടീം ചാമ്പ്യൻസ് ആയിരുന്ന ആസ്റ്റിൻ തിയറി ആൻഡ് ഗ്രീസൺ വാലർ അവർ രണ്ടുപേരും ഈ ഒരു സെഗ്മെന്റിൽ വന്നുകൊണ്ട് കോഡി റോഡ്സുമായിട്ട് പ്രശ്നമുണ്ടാക്കും. അതായത് അവർ പറയുന്നത് കോഡി റോഡ്സ് കാരണമാണ് ബ്ലഡ് ലൈൻ ടീം ഞങ്ങളെ അറ്റാക്ക് ചെയ്തത്, അതുകൊണ്ട് ആസ്റ്റിൻ തിയറിക്ക് പരിക്കുണ്ട്, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. അപ്പോൾ കോഡി റോഡ്സ് പറയുന്നത് ആ ഒരു പരിക്കിന് കാരണം നീ അറ്റാക്ക് ചെയ്തത് കൊണ്ടാണ് ആസ്റ്റിൻ തിയറിയെ, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. ഇങ്ങനെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഗ്രേസൺ വാലർ പറയുന്നുണ്ട്, നിനക്ക് റാൻഡി ഓർട്ടൻ ഇല്ലാതെ സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, റാൻഡി ഓർട്ടന്റെ സഹായം നിനക്ക് വേണ്ടി വരും, ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞ് കോഡി റോഡ്സിനെ കളിയാക്കും. പിന്നീട് കോഡി റോഡ്സ് ദേഷ്യം വന്ന് ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്തു എങ്കിലും കോഡി റോഡ്സിനെ ഇവർ തിരിച്ചടിച്ച് റിങ്ങിൽ നിന്നും പുറത്താക്കും. അടുത്ത സെക്കൻഡിൽ തന്നെ കോഡി റോഡ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയൽ ബോക്സർ ആയിട്ടുള്ള ടെറൻസ് ക്രോഫോർഡ് ഒരു ചെയർ എടുത്ത് കൊടുക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ ഫസ്റ്റ് പറയാൻ വിട്ടതാണ്. ഷോ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തെ കാണിച്ചിരുന്നു ഓഡിയൻസിന്റെ സൈഡിൽ. പിന്നീട് ആ ഒരു ചെയറെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് കോഡി റോഡ്സ് ഇവരെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ചെയർ ഷോട്ടെല്ലാം ചെയ്ത് ഈ ഒരു സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് കോഡി റോഡ്സ് ബാക്ക് സ്റ്റേജിൽ നിക്കാൾഡിൻസുമായി സംസാരിച്ച് ആസ്റ്റിൻ തിയറി ഗ്രേസൺ വാലർ ഇവരുടെ കൂടെ 2-on-1 ഹാൻഡിക്യാപ്പ് മാച്ച് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കും. എന്നാൽ നിക്കാൾഡിൻസ് പറഞ്ഞത് ഇന്ന് സ്മാക്ക് ഡൗൺ അവസാനിക്കുന്നത് വരെ നിനക്ക് സമയമുണ്ട്, അതായത് മെയിൻ ഇവന്റ് മാച്ച് വരെ നിനക്ക് സമയമുണ്ട്, അതിനുള്ളിൽ ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ചാൽ മതി, ഈ ഒരു ടൈപ്പിലൊക്കെയാണ് നിക്കാൾഡിൻസ് പറഞ്ഞുകൊണ്ട് ഈ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് അവസാനിപ്പിച്ചത്. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് ആൻഡ്രോയിഡ് വേഴ്സസ് കാർമെല്ലോ ഹെയ്സ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ വേറെ ലെവൽ മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ കാർമെല്ലോ ഹെയ്സ് വിൻ ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ചുവെങ്കിലും ആൻഡ്രോയിഡ് ഒരു അവസരം കിട്ടുമ്പോൾ ആൻഡ്രോയിഡയുടെ ന്യൂ ഫിനിഷറായ ദി മെസ്സഞ്ചർ ഫിനിഷർ കാർമെല്ലോ ഹെയ്സിനെ യൂസ് ചെയ്ത് ഈ മാച്ചിൽ ആൻഡ്രോയിഡയാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇത് നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ഈ മാച്ച് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യുക. പിന്നീട് വുമൻസ് ചാമ്പ്യൻ ബെയ്ലി നയ ജാക്സ് ഇവരുടെ ഒരു സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് സ്ക്രീനിലാണ് കാണിച്ചത്. ഇതിൽ നയ ജാക്സ് പറയുന്നത് സമ്മർ സ്ലാമിൽ ബെയ്ലിയുടെ ചാമ്പ്യൻഷിപ്പ് എല്ലാം പോകും, നയ ജാക്സ് ചാമ്പ്യൻ ആകുമെന്നും ഫാൻസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കണം, അല്ലെങ്കിൽ ബെയ്ലിനെ പാവം പോലെ ഇനി കാണണം, ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതുപോലെ മുൻപ് ഇവർക്ക് നടന്ന ചില കാര്യങ്ങളെല്ലാം ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അവസാനം ബെയ്ലി പറഞ്ഞത് ഇവിടെ ഒരുവിധം എല്ലാം മാറി, ഞാനിപ്പോൾ വീണ്ടും വുമൻസ് ചാമ്പ്യനൊക്കെ ആയി മുന്നോട്ട് പോയി, എന്നാൽ നയ ജാക്സിന് മാത്രം ഇപ്പോഴും ഒരു മാറ്റമില്ല, ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞുകൊണ്ട് നയ ജാക്സിനെ തോൽപ്പിച്ചുകൊണ്ട് താൻ തന്നെ സ്റ്റിൽ ചാമ്പ്യനായി സമ്മർ സ്ലാം വിടും, ഇങ്ങനെയാണ് ബെയ്ലി പറഞ്ഞത്. പിന്നീട് ചെൽസി ഗ്രീൻ ബിയാങ്ക ബെല്ലർ ഇവർക്കൊരു മാച്ച് നടന്നിരുന്നു. അപ്പോൾ ഈ മാച്ചിന് മുൻപ് ഇവർക്കൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് എല്ലാം വെച്ചിരുന്നു. ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ മാച്ചിന്റെ അവസാനത്തിൽ വളരെ സിമ്പിളായിട്ട് റോൾ പിൻ ചെയ്തുകൊണ്ട് ബിയാങ്ക ബെല്ലർ ആണ് ഈ മാച്ച് വിൻ ചെയ്തത്. മാച്ച് വിൻ ചെയ്തതിന് ശേഷം ടാഗ് ടീം ചാമ്പ്യൻസ് സ്ക്രീനിൽ വന്നുകൊണ്ട് ബിയാങ്ക ബെല്ലർ ജെറ്റ് കാർഗിൽ ഇവരെ ചാലഞ്ച് ചെയ്യുന്നത് പോലെ ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അതിനുശേഷം LA നൈറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ലോഗൻ പോൾ ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ ലോഗൻ പോൾ സൈൻ ചെയ്യാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. സെഗ്മെന്റിന്റെ അവസാനത്തിൽ ലോഗൻ പോൾ നീ റോക്കിനെ പോലെയൊന്നുമല്ല എന്ന ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് LA നൈറ്റിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ LA നൈറ്റ് ലോഗൻ പോൾ ഒരു വഞ്ചകനാണ്, ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞ് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയി. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ LA നൈറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് സമ്മർ സ്ലാമിൽ വിൻ ചെയ്യുമെന്നും ലോഗൻ പോളിന്റെ ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെടും, ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് കേട്ട് ലോഗൻ പോളും സമ്മതിച്ചുകൊണ്ട് കോൺട്രാക്റ്റ് എല്ലാം സൈൻ ചെയ്ത് പിന്നീട് നിക്കാൾഡിൻസുമായി റിങ്ങിൽ നിന്നും പുറത്തിറങ്ങി പോകുന്നത് പോലെ കാണിച്ചുകൊണ്ട് LA നൈറ്റിന്റെ റിങ്ങിൽ കയറി അറ്റാക്ക് ചെയ്യും. എന്നാൽ LA നൈറ്റ് തിരിച്ച് അറ്റാക്ക് ചെയ്ത് ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ ലോഗൻ പോൾ എസ്കേപ്പ് ആകും. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ലോഗൻ പോൾ കൊണ്ടുവരുന്ന ഡ്രിങ്ക്സിന്റെ പരസ്യത്തെ പറ്റിയെല്ലാം കളിയാക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ സംസാരിച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്.
പിന്നീട് ബാക്ക് സ്റ്റേജിൽ സാന്റോസ് എസ്കോബാർ, LA നൈറ്റ് ഇവർക്കൊരു സെഗ്മെന്റ് വെച്ചു. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവർക്ക് മുൻപ് MSGയിൽ നടന്ന മാച്ചിനെ പറ്റിയെല്ലാം പറയുന്നുണ്ടായിരുന്നു. അതുപോലെ വീണ്ടും മാച്ച് വേണം, അല്ലെങ്കിൽ താനുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ സാന്റോസ് എസ്കോബാറിന്റെ അമ്മയുടെ കയ്യിൽ തന്റെ നമ്പറുണ്ട്, ഈ ഒരു ടൈപ്പിലൊക്കെ LA നൈറ്റ് പറഞ്ഞുകൊണ്ട് ഇവർക്ക് തമ്മിൽ നെക്സ്റ്റ് വീക്ക് ഒരു മാച്ച് കൺഫേം ചെയ്ത് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് മിച്ചിൻ വേഴ്സസ് ടിഫനി സ്റ്റാറ്റൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നയ ജാക്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മാച്ചിന്റെ അവസാനത്തിൽ ടിഫനി സ്റ്റാറ്റൻ വിൻ ചെയ്യും എന്നാണ് വിചാരിച്ചത്. എന്നാൽ മാച്ചിന്റെ അവസാനത്തിൽ ബെയ്ലി വന്നുകൊണ്ട് നയ ജാക്സിനെ അറ്റാക്ക് ചെയ്ത് ബാരിക്കേഡിന്റെ അപ്പുറത്തേക്കെല്ലാം തട്ടിയിടും. ഇത് നോക്കി ടിഫനി സ്റ്റാറ്റൻ നിൽക്കുമ്പോൾ ബെയ്ലി ടിഫനി സ്റ്റാറ്റന്റെ മണി ദി ബാങ്കും എടുത്തുകൊണ്ടുവന്ന് ചവിട്ടി പൊട്ടിച്ച് അതും നശിപ്പിക്കുന്നത് പോലെ കാണിച്ചിരുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ മിച്ചിൻ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ മിച്ചിനാണ് വിൻ ചെയ്തത്. പിന്നീട് ബെയ്ലി മിച്ചിൻ ഇവർ സെലിബ്രേറ്റ് ചെയ്ത് മണി ദി ബാങ്ക് അതുപോലെ തന്നെ പാക്ക് ചെയ്ത് ടിഫനി സ്റ്റാറ്റന് കൊടുത്തുകൊണ്ട് ഈ മാച്ച് സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് ഇപ്പോഴത്തെ ട്രൈബൽ ചീഫ് സോളോ സിക്കാവയുടെ സെഗ്മെന്റ്. അപ്പോൾ സോളോ സിക്കാവ ഈ സെഗ്മെന്റിൽ പറഞ്ഞത് ട്രൈബൽ ചീഫ് ആയിട്ടിരിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യമാണെന്നും അതുപോലെ തന്നെ കോഡി റോഡ്സിന്റെ ടാഗ് ടീം പാർട്ട്ണർ ആവാൻ വരുന്നത് ആരായിരിക്കും, എല്ലാത്തിനേക്കാൾ നല്ലത് 2-on-1 ഹാൻഡിക്യാപ്പ് മാച്ചാക്കി നടക്കുന്നതാണ് നല്ലത്. അഥവാ കോഡി റോഡ്സിന് പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ അവനെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറയാൻ സാധിക്കില്ല. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നീട് കോഡി റോഡ്സ് ബാക്ക് സ്റ്റേജിൽ പാർട്ട്ണറൊന്നും ഇല്ലാതെ നടന്നു വരുമ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കെവിൻ ഓവൻസ് അവിടെ വന്നുകൊണ്ട് കോഡി റോഡ്സിന്റെ ടാഗ് ടീം പാർട്ട്ണറായിട്ട് റിങ്ങിൽ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും റിങ്ങിലേക്ക് പോയി. പിന്നീട് മെയിൻ ഇവന്റ് മാച്ചാണ് നടന്നത്. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ആൻഡ് കെവിൻ ഓവൻസ് വേഴ്സസ് ആസ്റ്റിൻ തിയറി ആൻഡ് ഗ്രേസൺ വാലർ, ഇവർക്കാണ് ഈ ടാഗ് ടീം മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ട് ടീമും നന്നായി തന്നെ പെർഫോമൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ കോഡി റോഡ്സ് ആസ്റ്റിൻ തിയറിയെ കോഡി കട്ടർ ചെയ്തു. കെവിൻ ഓവൻസ് ഗ്രേസൺ വാലറിനെ സ്റ്റണ്ണറും ചെയ്ത് റിങ്ങിൽ നിന്നും പുറത്താക്കി. പിന്നീട് കോഡി റോഡ്സ് ആസ്റ്റിൻ തിയറിക്ക് ക്രോസ് റോഡ്സ് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ കോഡി റോഡ്സ് ആൻഡ് കെവിൻ ഓവൻസ് ഇവരാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സോളോ സിക്കാവയുടെ പുതിയ ബ്ലഡ് ലൈൻ അവിടെ വന്നുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ കോഡി റോഡ്സ് സൂയിസൈഡ് ഡൈവ് അടിച്ച് ഇവരെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും പിന്നീട് കോഡി കെവിൻ ഓവൻസും ചേർന്നുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്ത് അനൗൺസ് ടേബിളിന്റെ മുകളിലേക്ക് എടുത്തടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും സോളോ സിക്കാവനെ. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ജേക്കബ് ഫോർട്ട് വന്നുകൊണ്ട് കെവിൻ ഓവൻസ് ആൻഡ് കോഡി ഇവരെ സൂപ്പർ കിക്ക് എല്ലാം ചെയ്ത് കെവിൻ ഓവൻസിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും റിങ്ങിൽ കൊണ്ടുപോയി. പിന്നീട് കോഡി റോഡ്സിനെ കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് എടുത്തടിച്ച് ആ ഒരു ടേബിളെല്ലാം പൊട്ടിച്ച് അടുത്ത സെക്കൻഡിൽ തന്നെ കെവിൻ ഓവൻസിനെ വീണ്ടും ഇവർ അറ്റാക്ക് ചെയ്യും. അതായത് കെവിൻ ഓവൻസിന്റെ കഴുത്തിൽ ഒരു ചെയർ വെച്ചുകൊണ്ട് റിംഗ് പോസ്റ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കെവിൻ ഓവൻസിനെ ഇഞ്ചുറി ആക്കുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റോറി ലൈൻ പ്രകാരം കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൺ ഇവർക്ക് രണ്ടുപേർക്കും ഇഞ്ചുറി ആയിട്ടുണ്ട്. സമ്മർ സ്ലാമിൽ കോഡി റോഡ്സ് തനിയാണ് മത്സരിക്കാൻ പോകുന്നത്. മെയിനായിട്ടുള്ള ഉദ്ദേശം കോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും വരാൻ പാടില്ല. അതുകൊണ്ടാണ് കോഡി റോഡ്സിന്റെ പാർട്ട്നേഴ്സിനെ തിരഞ്ഞു പിടിച്ച് ബ്ലഡ് ലൈൻ ടീം അറ്റാക്ക് ചെയ്യുന്നത്. ഇവരെവിടം വരെ അറ്റാക്ക് ചെയ്യുമെന്ന് നോക്കാം, സമ്മർ സ്ലാമിന്റെ ക്ലൈമാക്സിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സ്മാക്ക് ഡൗണിൽ സംഭവിച്ചത്. ഇന്നത്തെ ഷോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു വേറെ ലെവൽ ഷോ എന്നൊന്നും പറയുന്നില്ല, ഒരു നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. സ്മാക്ക് ഡൗണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.